ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ സർക്കാരിൽ നിന്ന് വന്ന് എന്ത് വിഷയമുണ്ടെങ്കിലും ഒരു വിദഗ്ധ സമിതി അന്വേഷിച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കണം സർക്കാരിൻ്റെ നടപടി ഉണ്ടാവേണ്ടത്. പക്ഷേ 2 അന്വേഷണം വന്നു, രണ്ടും നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അന്വേഷണം വന്നതിന് ശേഷവും ഞങ്ങൾക്കെതിരെ സസ്പെൻഷൻ വന്നത് തികച്ചും പ്രതിഷേധം ഞങ്ങൾ പറയുകയാണ്. സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. അത് തികച്ചും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ഡോക്ടേഴ്സിൻ്റെയും മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയാണത്. അതിനെതിരെ ശക്തമായി KGM പ്രതിഷേധിക്കുകയാണ്. ഒരു അനാസ്ഥയും ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടോകോൾ, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഉണ്ട് ഈ ആശുപത്രിയിൽ. ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 10,000-കണക്കിന് ആളുകളുടെ ആശ്രയ കേന്ദ്രമായ പാലക്കാട് ഒരേ ഒരു ടേഴ്സറി സെൻ്ററാണ് പാലക്കാട് ജില്ലാ ആശുപത്രി. ഇവിടെ ഓരോ ആൾക്കാരും ജോലി ചെയ്യുന്ന 24 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. അതെല്ലാ ആൾക്കാരും മനസ്സിലാക്കണം. ഞങ്ങൾ ഈ സിസ്റ്റം, ഈ ആരോഗ്യവകുപ്പിലെ ഈ സിസ്റ്റം, ഇതിൽ രോഗിൻ്റെ ആനുപാതികമായിട്ടല്ല ഡോക്ടേഴ്സ് ഉള്ളത്. പലപ്പോഴും 24-48 മണിക്കൂർ ജോലി എടുത്തിട്ടാണ് ഇവിടുത്തെ ഹൗസ് ഏജൻസും DNB റെസിഡൻസും PGസും കൺസൾട്ടൻസും എല്ലാം ജോലി എടുത്തിട്ടാണ് ഈ സംവിധാനം ഇങ്ങനെ നിർത്തിക്കൊണ്ടു പോകുന്നത്. ഇതിലൊരു പ്രശ്നങ്ങൾ, ഇതിലിങ്ങനെ ഒരു റയർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ്. ഇതൊരു അനാസ്ഥയല്ല, ഇത് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതൊരു ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല. ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. എന്താണ് ഈ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അസുഖമായിട്ട് വരുന്ന രോഗികൾക്കും വരാവുന്ന ഒരു കോംപ്ലിക്കേഷനാണിത്. ഇതൊരു റയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷനാണ്. അങ്ങനെ കോമൺ ആയിട്ട് കാണുന്നതല്ല, ഒരു റയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷനാണ്. അതിൻ്റെ എല്ലാ ഫാക്ട്സുകളും നിരത്തി ഞങ്ങൾ ഇന്നലെ പത്രസമ്മേളനം നടത്തിയതാണ്. എന്നിട്ടും ഇതെല്ലാം ചെയ്തിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റ് സംരക്ഷിക്കേണ്ട ഡോക്ടേഴ്സിനെ ഗവൺമെന്റാണ് സംരക്ഷിക്കേണ്ടത്. ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനം ഇങ്ങനെ നല്ല രീതിയിൽ 12,000 മൈനർ പ്രൊസീജിയേഴ്സാണ് 2024 ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തിരിക്കുന്നത്. 700ഓളം മേജർ പ്രൊസീജിയേഴ്സും. ഇത് പാലക്കാട് ജില്ലയിൽ വേറെ ഏത് സ്ഥാപനത്തിലും ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഒരേ ഒരു ടേഴ്സറി സ്ഥാപനമാണ് പാലക്കാട് ജില്ലാ ആശുപത്രി. 24 മണിക്കൂർ ഓർത്തോ കേസ്, ഒരു ഡിസ്ലൊക്കേഷൻ, ഒരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അത് സ്പെഷ്യലിസ്റ്റ് കാണുന്ന ഒരേ ഒരു സ്ഥാപനമാണ്. പ്രൈവറ്റ് ആശുപത്രികളല്ല, ഒരേ ഒരു സ്ഥാപനം. ജില്ലയിലുള്ള എല്ലാ ആൾക്കാർക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെയുള്ള സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു റയർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ട് അതിൽ ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഗവൺമെൻറ് വളരെ ഏർലി ആയിട്ട് ഒരു നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. അത് തികച്ചും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ഡോക്ടേഴ്സിൻ്റെയും മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയാണത്. അതിനെതിരെ ശക്തമായി KGM പ്രതിഷേധിക്കുകയാണ്. രോഗികളെയോ നാട്ടുകാരെയോ ബുദ്ധിമുട്ടിച്ചിട്ടല്ല ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങൾ ഇന്ന് 1 മണി വരെ OP നോക്കി ഓപ്പറേഷൻ എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ വന്ന് പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളുടെ ഒപ്പം തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ മനോനിലയും കൂടി സർക്കാർ നോക്കേണ്ടതാണ്. ഇത്രത്തോളം സൗകര്യക്കുറവിലും ഇത്രത്തോളം സ്റ്റാഫ് ഷോർട്ടേജ്, HR ഷോർട്ടേജിലും ആണ് ഞങ്ങൾ ആ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ സർക്കാരിൽ നിന്ന് വന്ന് എന്ത് വിഷയമുണ്ടെങ്കിലും ഒരു വിദഗ്ധ സമിതി അന്വേഷിച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കണം സർക്കാരിൻ്റെ നടപടി ഉണ്ടാവേണ്ടത്. പക്ഷേ 2 അന്വേഷണം വന്നു, രണ്ടും നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അന്വേഷണം വന്നതിന് ശേഷവും ഞങ്ങൾക്കെതിരെ സസ്പെൻഷൻ വന്നത് തികച്ചും പ്രതിഷേധം ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾക്കിത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു നടപടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സസ്പെൻഷൻ വിഡ്രോ ചെയ്യണം എന്ന് തന്നെയാണ് KGM പറയുന്നത്. അത് ബാക്കിയുള്ള നമ്മുടെ പ്രതിഷേധങ്ങൾ ഞങ്ങൾ ആലോചിച്ച് മറ്റ് IMAയും ബാക്കിയുള്ള സംഘടനയായിട്ട് ആലോചിച്ച് ഞങ്ങൾക്ക് എന്ത് വേണം എന്ന് ആലോചിച്ച് ഞങ്ങൾ ഇനി ബാക്കിയുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്.